തവണ കൂടി കാണാൻ സാധിക്കില്ല. വി എസിനെ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കഴിഞ്ഞ 6 വർഷത്തോളമായി വി എസ് ഇല്ലാത്ത അല്ലെങ്കിൽ വി എസിനെ കാണാൻ സാധിക്കാത്ത അതൊരു വലിയ വിടവ് തന്നെയായിരുന്നു. ആ വിടവ് എത്ര വലുതാണെന്നതുകൂടിയാണ് ഈ വി എസിനെ കൊണ്ടുള്ള വിലാപയാത്രയിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസിൻ്റെ പത്നി വീട്ടിലേക്ക്, ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ വീട്ടിലെത്തി മറ്റ് നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് വീട്ടിലായിരിക്കും, നാളെ പൊതുദർശനമുണ്ട്. അതിനുശേഷം ഇന്നത്തേതുപോലെ തന്നെ സമയം വൈകാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. പക്ഷെ വൈകിട്ടാണ് 3 മണിക്ക് അവിടുന്ന് വിലാപയാത്ര വീണ്ടും വലിയ ചുടുകാട്ടിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. വീട്ടിൽ ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം വി എസിനെ കൊണ്ടുവന്നതിന് ശേഷമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ നാളെ എങ്ങനെയായിരിക്കും, എത്ര സമയമെടുക്കും എന്നൊന്നും അറിയില്ല. കാരണം മുഴുവൻ ആളുകളും ഒരുപക്ഷെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നത്, തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കാത്തവരെല്ലാം ആലപ്പുഴയിലേക്കായിരിക്കും എത്തുക. കുറച്ചുകൂടി സൗകര്യം അവിടെ കാണാനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ടായിരിക്കും എത്തുക. അങ്ങനെയാണെങ്കിൽ തന്നെ അത് എത്ര സമയം നീളും എന്നുള്ളതെല്ലാം നാളെ കണ്ടറിയണം. മാത്രമല്ല വി എസിൻ്റെ ജന്മനാടാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കപ്പുറത്തേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും അത്രയധികം വർഷങ്ങൾ ഉള്ള പരിചയക്കാർ. നമുക്കറിയാം വി എസ് എത്ര കാലം ഉണ്ടായിരുന്നോ അത്രയും കാലം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ് നമ്മൾ ഈ വഴിയിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അത്രയധികം ആളുകൾ ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയാണ്, പൊതുദർശനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. എന്തായാലും ആറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു, കൊല്ലത്തിലേക്ക് കയറിയിരിക്കുന്നു. കൊല്ലത്ത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും, ആളുകൾ കൂടുതൽ ഉണ്ടാകും. കൊല്ലം ജില്ലയാണ്, സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടാവും. എന്തായാലും എത്രയും പെട്ടെന്ന് എത്താം എന്നുള്ള തീരുമാനം, അതായത് ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടി സ്പീഡിൽ പോകാമെന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ആറ്റിങ്ങൽ ടൗൺ കഴിഞ്ഞതിന് ശേഷം നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ചെറുതായി സ്ലോ ചെയ്ത് ആളുകളെ കാണിച്ചുകൊണ്ട്, വി എസിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.